അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ഇല്ല ഇന്ദ്ര, അന്ന് രാത്രി ആന്റി നെഞ്ചുവേദന കൊണ്ട് പൊളയുമ്പോ എനിക്കതിൽ ഒരു സംശയവും തോന്നിയിട്ടില്ല. എത്രയും വേഗം അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ ആന്റി മരിച്ചു പോകുന്നു തന്നെയായിരുന്നു എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് മറ്റൊന്നും ചിന്തിക്കാതെ ഞാനും ഹർഷയും കൂടെ ആന്റിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്താടോ, ഇതും എന്തെങ്കിലും ഡ്രാമയാണെന്ന് തനിക്ക് സംശയമുണ്ടോ? സംശയമല്ല രവി, അതാണ് സത്യം. ആർക്കൊക്കെയാണ് ആ ഡ്രാമയിൽ റോൾ ഉള്ളതെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. നീ എന്നെ ഇങ്ങനെ നോക്കണ്ട. എനിക്കിതിൽ യാതൊരു റോളും ഇല്ല. ഒരാൾ നെഞ്ചുവേദന വന്ന് പിടയുമ്പോൾ നമ്മളവരെ സംശയിക്കുമോ അതോ രക്ഷിക്കാൻ നോക്കുമോ? രവി, എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് അമ്മയുടെ മാത്രം പ്ലാനിങ് അല്ല. ആരൊക്കെയോ ഇതിന്റെ പുറകിലുണ്ട്. വേറെ ആരാ? ഹർഷ അല്ലാതെ. അവളറിയാതെ ആന്റി ഒന്നും ചെയ്യില്ലല്ലോ. അവര് മാത്രമല്ല രവി, മഞ്ചാടിയുടെ കല്യാണം മുടക്കാൻ ആഗ്രഹിച്ച നല്ല സ്വാധീന ശക്തിയുള്ള ചിലരുടെ സഹായം കൂടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരസുഖവും ഇല്ലാത്ത ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഒരു സീനിയർ ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കാൻ ആർക്ക് പറ്റും? അത് ശരിയാണല്ലോ. ആന്റിയെ ആൻജിയോഗ്രാം ടെസ്റ്റിന് വരെ കയറ്റണമെങ്കിൽ ആ ഡോക്ടറെ കാര്യമായി ആരോ വിലക്കെടുത്തിരിക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്കിതങ്ങ് പൊളിച്ചാലെന്തിരാ? അത് സൂക്ഷിച്ചു വേണം രവി. വ്യക്തമായ തെളിവുകൾ കിട്ടാതെ നമ്മൾ ഇടപെട്ടാൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടണമെന്നില്ല. അമ്മയുടെ ആൻജിയോഗ്രാം കഴിഞ്ഞ സ്ഥിതിക്ക് ഡോക്ടർക്കിനി അമ്മയെ വാർഡിലേക്ക് മാറ്റാതിരിക്കാൻ പറ്റില്ല. ആദ്യം എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. അതിനു മുമ്പ് ഞാൻ ഹർഷയിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ ശ്രമിക്കണം. എന്തിനാ? അല്ല, ഓപ്പണായിട്ടൊന്നും ചോദിക്കണ്ട, അത് റിസ്ക്കാ. അല്ലാതെ എന്തെങ്കിലും അറിഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്താൽ മതി. ആ മഞ്ചാടിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി തന്നെയായിരിക്കും അവരിത് ചെയ്തത്, അല്ലേ? പക്ഷേ അവളുടെ കല്യാണം നടത്താൻ അതുവരെ ഓടി നടന്ന ആന്റി എന്തിനായിരിക്കും പെട്ടെന്ന് ഇങ്ങനെയൊരു മലക്കം പറഞ്ഞത്? അമ്മ മഞ്ചാടി ഏറ്റെടുത്തത് അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ രവി. അനുപമയോടും അവളുടെ അച്ഛനോടും പകരം വീട്ടാനുള്ള ഒരു ടൂളായിട്ട് മാത്രമാണ് അമ്മ അവളെ കണ്ടത്. മഞ്ചാടിയുടെ കുടുംബം ഇഷ്ടപ്പെടാത്ത കല്യാണം നടത്തിക്കൊടുത്ത് അവരെ അപമാനിക്കുക എന്നത് മാത്രമാണ്. അത് കണ്ട് ആനന്ദിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ആവശ്യം. പക്ഷേ ആ കല്യാണം മുടക്കിയേ തീരുന്ന നിർബന്ധമുള്ള ആരോ അമ്മയെ ബ്ലോക്ക് ചെയ്തു. സുശീല ആന്റി അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ കഴിവുള്ള ആരാ ഇന്ദ്ര ഉള്ളത്? അതും ഇതുപോലൊരു ഡ്രാമ നടത്താൻ കെൽപ്പുള്ളയാള്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടമില്ലാതെ സുശീല ആന്റി ഇങ്ങനെ ഒരു ചുവട് മാറ്റത്തിന് ഒരിക്കലും തയ്യാറാവുകയില്ല. അതെ, അതാണ് രവി എന്നെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അമ്മ എന്തിനു വേണ്ടിയായിരിക്കും ഇത് ചെയ്തത്? മഞ്ചാടിയുടെ കല്യാണം മുടങ്ങിയതാണെങ്കിൽ ഇതിന്റെ പേരിലുമല്ല, ജീവൻ രാജനെ ഒഴുക്കിൽ കാണാതായതുകൊണ്ടാണ്. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? എന്താണെങ്കിലും നമ്മൾ നേരിട്ടല്ലേ പറ്റൂ. എടോ, താൻ സ്ട്രോങ് ആയിട്ട് നിൽക്കേ, നമുക്ക് നോക്കാം. എനിക്കിതൊന്നും വേറെ ആരോടും പറയാൻ പറ്റില്ല രവി. എൻ്റെ ഇതേ സംശയം സത്യനും സോനയ്ക്കും ഒക്കെ ഉണ്ട്. എല്ലാവരും അമ്മ എന്ത് പറയുന്നു എന്ന് കാത്തിരിക്കുക. ആസിഫ് എന്ന് പറഞ്ഞത് സത്യമായിരിക്കും എന്തിരാ? ജീവൻ രാജിനെ തുരുത്തി നിറക്കി കൊണ്ടുവരാൻ അവനോട് പറഞ്ഞത് ആന്റി ആണെങ്കിൽ അത് ഇനി എന്തിനായിരിക്കും? നീ ഇതൊക്കെ ചോദിച്ചെന്നെ കൂടുതൽ കുഴപ്പത്തിലാക്കല്ലേ രവി. പോലീസ് എന്തായാലും അന്വേഷിക്കുന്നുണ്ടല്ലോ. ആസിഫ് കൊടുത്ത മൊഴിയുടെ ഉത്തരം അമ്മ തന്നെ പറയട്ടെ.